പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ സമൂഹത്തിൽ ഇപ്പോഴും സാമ്പത്തിക അഭിവൃദ്ധി ഇല്ലാതെ വളരെ കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ധാരാളം മനുഷ്യരുണ്ട്. പലപ്പോഴും അവർക്ക് വരുമാനമില്ലാത്തതുകൊണ്ടോ തൊഴിലില്ലാത്തതുകൊണ്ടോ അല്ല ദരിദ്രരായിട്ട് ജീവിക്കുന്നത്. അവരുടെ സാമ്പത്തിക ശാസ്ത്രത്തെ കുറിച്ചുള്ള അറിവ്, അല്ലെങ്കിൽ പണം എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ള കാര്യങ്ങളിലുള്ള അറിവ് കുറവ്, അതാണ് അവരെ ദരിദ്രരായിട്ട് നിർത്തിയിരിക്കുന്നത്. ഞാൻ ഇതിനു മുമ്പ് ഒരു വീഡിയോ ഇട്ടിരുന്നു. 1 കോടി ലോട്ടറി അടിച്ച ഒരു സ്ത്രീയുടെ കഥ. അവര് ആ കാശെല്ലാം ദൂരത്തടിച്ച് 6 മാസം കൊണ്ട് ഇപ്പോഴും അവര് കൂലിപ്പണി എടുത്ത് ജീവിക്കുകയാണ്. ഒരു 50 വയസ്സിനടുത്ത് പ്രായമുണ്ട്, ഇപ്പോഴും കൂലിപ്പണി എടുത്ത് ജീവിക്കുകയാണ്. 1 കോടി കേരള ലോട്ടറി അടിച്ച ആളാണ്. ഇപ്പൊ ഞാൻ ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്, എൻ്റെ പരിചയത്തിൽപ്പെട്ട ഒരാൾ ചെറിയ ഒരു ചായക്കട നടത്തി ജീവിക്കുന്ന ഒരാൾക്കാരാണ്. അവരെങ്ങനെ ദാരിദ്ര്യാവസ്ഥ കഴിയുന്നു എന്നാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. അമ്മയും മകനും മകന്റെ ഭാര്യയും അവരടങ്ങുന്ന 3 പേരടങ്ങുന്ന ഒരു ചെറിയ കുടുംബം. അവർ ചെറിയ ഒരു ചായക്കട നടത്തി ജീവിക്കുകയാണ്. 10-15 വർഷമായിട്ട് ചായക്കട ഇങ്ങനെ പോവുകയാണ്. തരക്കേടില്ലാത്ത കച്ചവടമുണ്ട്. ഒരു 8,000-10,000 രൂപയുടെ കച്ചവടം ഡെയിലി ഉണ്ടെന്ന് തോന്നുന്നു. 3 പേരുടെയും കൂടെ അധ്വാനത്തിന്റെ ഫലമായിട്ടൊരു 1,500-2,000 രൂപ അടുത്ത് അവർക്ക് അതിൽ നിന്ന് ലാഭം കിട്ടണം. എന്നാൽ ഇവർക്ക് നല്ലൊരു വീടില്ല. ഈ കടയാണെങ്കിലും വളരെ ചെറിയ രീതിയിലും മിനിമം രീതിയിലാണ് ഉള്ള സൗകര്യങ്ങളുള്ളൂ, വാടകയ്ക്കാണ്. അപ്പൊ ഇത്തരം വരുമാനം ഉണ്ടായിട്ട് ഇവർ എന്തുകൊണ്ടാണ് ഈ ദരിദ്രരായി നിൽക്കുന്നത് എന്നതിനെ കുറിച്ച് ഞാൻ ചിന്തിച്ചു. അപ്പോൾ ഇവരുടെ സാമ്പത്തികം എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോൾ, ഇവര് ആണ്ടിൽ 2 പ്രാവശ്യം ഒരു ക്ഷേത്ര ദർശനത്തിന് പോകും. ഒന്ന് തമിഴ്നാട്ടിലും പിന്നൊന്ന് ആന്ധ്രയിലും, അല്ലെങ്കിൽ മറ്റു സ്ഥലത്ത്, ദൂരസ്ഥലത്താണ് അവർ ക്ഷേത്ര ദർശനത്തിന് പോകുന്നത്. ടാക്സി കാർ പിടിച്ച് ഒക്കെയാണ് പോണത്. അപ്പൊ ഇവരൊന്ന് പോയിട്ട് വരുമ്പോഴത്തേന് ഒരു 30,000-40,000 രൂപ ചിലവാകും. 2 കുട്ടികളുണ്ട്. കുറച്ചു കാലം മുമ്പത്തെ കാര്യമാണ് ഞാൻ പറയുന്നത്. അന്ന് മൂത്ത പെൺകുട്ടി 8-ലോ 9-ലോ അങ്ങോട്ട് പഠിക്കുകയാണ്. ഇളയൊരു കുട്ടി 5-ലോ 6-ലോ പഠിക്കുന്നു. അപ്പൊ ഇവര് കിട്ടുന്ന ഇവരുടെ ഒരു വർഷത്തെ അധ്വാനം, അല്ലെ അവര് മിച്ചം വെക്കേണ്ട തുക അവര് ക്രിയാത്മകമായി വിനിയോഗിക്കാതെ ഈ ക്ഷേത്രം വഴി നടന്ന് ഇവര് ദരിദ്രരായി തുടരുകയാണ്. ഒരു ദിവസം ആ കടയിൽ ചെന്നപ്പോൾ വലിയ തിരക്കൊന്നുമില്ല. ഞാൻ അവരോട് സംസാരിച്ചു. അപ്പൊ നിങ്ങൾ എന്താണ്, നിങ്ങൾക്കൊരു സാമ്പത്തിക അഭിവൃദ്ധി വരാത്തത്, കച്ചവടമൊക്കെ ഉണ്ടല്ലോ എന്ന് പറയുമ്പോൾ അവർക്ക് അതിനെക്കുറിച്ച് കാര്യമായിട്ടുള്ള ഒരു ഗ്രാഹ്യമില്ല. അത് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾ ഈ ക്ഷേത്ര ദർശനമാണ് നിങ്ങളെ ദരിദ്രരായി നിർത്തുന്നത്. നിങ്ങൾ ഈ അമ്പലത്തിൽ പോകണ്ടെന്നല്ല പറഞ്ഞത്. ഞാൻ ഈശ്വര വിശ്വാസിയാണ്. ഇവരുടെ ഈ ചായക്കടയുടെ അടുത്ത് തന്നെ ഒരു 250 മീറ്റർ ദൂരെ ഒരു അമ്പലമുണ്ട്. ആ അമ്പലത്തിൽ പോകാതെയാണ് തമിഴ്നാട്ടിലും ആന്ധ്രയിലും ഉള്ള അമ്പലത്തിൽ കൊണ്ടുപോയി കാശ് കളയുന്നത്. എന്തായാലും ഞാൻ ഇവരോട് പറഞ്ഞ്, ഞാൻ ബാങ്ക് മാനേജറായിട്ട് വർക്ക് ചെയ്യുന്ന സമയത്താണ് ഞാൻ പറഞ്ഞ്, നിങ്ങൾക്ക് ചെറിയൊരു ഹൗസിംഗ് ലോൺ ഞാൻ തരാം. ഒരു 6 ലക്ഷം 7 ലക്ഷം രൂപ. അതിനൊരു ആണ്ടിലൊരു 50,000-60,000 രൂപയുടെ തിരിച്ചടവേ വരുള്ളൂ. അങ്ങനെ നിങ്ങളൊരു വീട് വെക്കുക. അപ്പോൾ ഒരു 3-4 സെന്റ് സ്ഥലമുള്ള ഇതാണ്, ചെറിയൊരു വീടേ ഉള്ളൂ. എന്തായാലും ഞാൻ പറഞ്ഞത് ഇവർ കേട്ടു. അവര് ചെറിയൊരു ഹൗസിംഗ് ലോൺ എടുത്ത്, ഉള്ള വസ്തു വീട് വെച്ച് ചെറിയൊരു ഹൗസിംഗ് ലോൺ എടുത്തു. അവരൊരു ചെറിയ വീട് പണിതു. അത് വെച്ചിട്ട് അവർക്ക് നല്ലൊരു കടപ്പാടമുണ്ടായി. പിന്നീട് ഞാൻ അടുത്തുള്ള അമ്പലങ്ങളിൽ പോകാൻ പറഞ്ഞ് പിന്നീട് അടുത്തുള്ള അമ്പലം, ഇത് ശബരിമല അടുത്ത റാന്നിയ അടുത്തുള്ളൊരു സ്ഥലമാണ്. അവർക്ക് പോകണമെങ്കിൽ ശബരിമലയ്ക്ക് പോകാം. അല്ല, അടുത്ത് ധാരാളം അമ്പലങ്ങളുണ്ട്. എന്തായാലും അവരുടെ ആ ചിന്താഗതിയിൽ മാറ്റം വന്നപ്പം അവർക്കൊരു കടപ്പാടം ഉണ്ടായി, ഒരു വീടുണ്ടായി, ഒരു അഭിവൃദ്ധി ഉണ്ടായി. അത് കഴിഞ്ഞ് ഈ മൂത്ത പെൺകുട്ടി +1 ചേർത്തപ്പം ആ ഹോട്ടലിലെ മരുമോളെന്ന് ഞാൻ ആദ്യം പറഞ്ഞു. ആ സ്ത്രീ പറഞ്ഞു, സാറ് പറഞ്ഞു, അതുകൊണ്ട് ഞങ്ങൾ കുറച്ച് കാശ് സമ്പാദിച്ചു വെച്ച് കുഞ്ഞിനൊരു വള മേടിച്ചു കൊടുത്തു, സ്വർണ്ണവള. അപ്പൊ ആ രീതിയിൽ അവരുടെ ചിന്താഗതിക്ക് 10, 15 അല്ലെങ്കിൽ 20 വർഷമായിട്ട് ചായക്കട നടത്തിക്കൊണ്ട് നടന്ന ആള്, നമ്മളൊരു സാമ്പത്തിക കാര്യങ്ങളല്ല, നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ ദാരിദ്ര്യാവസ്ഥ നിങ്ങൾ തുടരുന്നത് എന്ന് നമ്മൾ ഒരാൾ പറഞ്ഞു കൊടുത്തപ്പോഴാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അതിന്റെ ഒരു ബോധോദയം ഉണ്ടായത്. അപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ശ്രദ്ധിക്കുക.
ഒരാൾ ദാരിദ്ര്യാവസ്ഥ കഴിയുന്നത് പല കാരണങ്ങളുണ്ടാകാം. രോഗാവസ്ഥ ഉള്ളതുകൊണ്ട് വരാം. അല്ലെങ്കിൽ കൃത്യമായ തൊഴിലും ജോലിയും ഉള്ള ആൾക്കാർ ദാരിദ്ര്യാവസ്ഥയിൽ കഴിയുന്നത് അവരുടെ കഴിവുകേടാണ് എന്ന് മാത്രമേ ഞാൻ പറയുകയുള്ളൂ. അവർക്ക് സാമ്പത്തികമായിട്ട് ഉയർന്നു വരണം എന്ന ചിന്താഗതി ഇല്ലാത്തതുകൊണ്ട് മാത്രമാണ് ദരിദ്രരായിട്ട് തുടരേണ്ടി വരുന്നത്. അല്ലെങ്കിൽ ഒരു കുടുംബവും 15 അല്ലെങ്കിൽ 20 വർഷത്തിൽ കൂടുതൽ ദാരിദ്ര്യാവസ്ഥ കഴിയേണ്ട ആവശ്യം വരുന്നില്ല. ആ സമയം കൊണ്ട് തന്നെ ഇവർക്ക് സാമ്പത്തികമായിട്ട് ഉയർന്നു വരും. എത്ര ചെറിയ തൊഴിലുള്ള ആളാണെങ്കിലും അവരതിൽ നിന്ന് മിച്ചം വെച്ച് അവർക്ക് കരകയറാൻ പറ്റും. അല്ലാത്ത ആളുകളാണെങ്കിലും മദ്യപിച്ചോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ അവർ ആ പണം തൂർത്തടിച്ച്, ഞാൻ ഈ പറഞ്ഞ ആൾക്കാർക്ക് മദ്യം കഴിക്കുന്ന ആൾക്കാരല്ല, പക്ഷെ അവർക്കുണ്ടായിരുന്ന ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ അമ്പലത്തിൽ, ദൂര സ്ഥലത്തുള്ള അമ്പലത്തിൽ പോയി പണം ചെലവഴിച്ച് കളയുകയായിരുന്നു. അതിനാണ് മാറ്റം വന്നത്. അപ്പൊ നമ്മുടെ പണം ചോരുന്നത് ഏത് രീതിയിലാണ് എന്ന് മനസ്സിലാക്കുക. കടുത്ത രോഗാവസ്ഥയിലുള്ള ആൾക്കാർ സാമ്പത്തിക ബുദ്ധിമുട്ട്, അവർക്ക് ജോലിക്ക് പോകാൻ പറ്റുന്നില്ല, ചികിത്സയ്ക്ക് ഒരുപാട് പൈസ, അങ്ങനെയുള്ള ഒരു ഇത് വരുന്നുണ്ട്. പലതരത്തിലുള്ള ആളുകളാണ്. എന്നാലും പ്രധാനമായിട്ട് പല ആളുകളും, പ്രത്യേകിച്ച് നമ്മുടെ ഇവിടുത്തെ കോളനിയിലൊക്കെ കിടക്കണ ആൾക്കാർ 10-20 വർഷമായിട്ട് കോളനിയിൽ തന്നെ ജനിച്ച് കോളനിയിൽ തന്നെ മരിച്ച് ഒരു സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാകാത്ത ആൾക്കാർ, എനിക്കറിയാം, ചുമട്ടുതൊഴിലാളിയായിട്ട് ജീവിക്കുന്ന ആളുകൾ, അല്ലെ അതുപോലെയുള്ള മറ്റു തൊഴിലുകൾ എടുത്ത് മരം മുറി, അങ്ങനെയൊക്കെ നല്ല വരുമാനമുള്ള ആളുകളുണ്ട്. പക്ഷെ അവർക്കൊന്നും ഈ സമ്പാദ്യശീലം എന്നാന്നോ അല്ലെങ്കിൽ കാശെങ്ങനെ കൈകാര്യം ചെയ്യണമെന്നോ അറിയാത്തത് കൊണ്ട് മാത്രം ഇങ്ങനെയുള്ള ദാരിദ്ര്യാവസ്ഥകൾ തുടരുകയാണ്. അപ്പൊ അതുകൊണ്ട് സർക്കാരിനൊക്കെ ചെയ്യുന്നതിന് ഒരു പരിധിയുണ്ട്. സർക്കാർ ഇങ്ങനെയൊക്കെ പറയുന്നതല്ലാതെ നമ്മുടെ സാമ്പത്തിക അഭിവൃദ്ധിക്ക് കാര്യമായ സംഭാവന സർക്കാർ ചെയ്യുകയല്ല. നമ്മുടെ ചിന്താഗതിയിൽ മാറ്റങ്ങൾ വരുത്തുകയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ ഈ വീഡിയോ കാണുന്ന ആളുകൾ ശ്രദ്ധിക്കുക. ദരിദ്രരായിട്ടുള്ള ആൾക്കാരെ ഉദ്ദേശിച്ചാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്, സമ്പന്നരെ ഉദ്ദേശിച്ചല്ല. ദരിദ്രരായിട്ടുള്ള ആൾക്കാർ, സാമ്പത്തിക ബുദ്ധിമുട്ടുള്ള ആൾക്കാർ, എന്തുകൊണ്ടാണ് നമ്മൾ സാമ്പത്തിക ബുദ്ധിമുട്ട് കിടക്കുന്നത്? നമ്മൾ എന്തെങ്കിലും സാമ്പത്തിക മാറ്റങ്ങൾ വരുത്താനുണ്ടോ എന്ന് ഒന്ന് ചിന്തിച്ച് നോക്കുക. ഞാൻ ഈ പറഞ്ഞ ഒരു ഉദാഹരണം മാത്രമാണ്. അതുപോലെ പല രീതിയിലുള്ള കാര്യങ്ങളുണ്ട്. അപ്പൊ നിങ്ങളുടെ അനാവശ്യ ചെലവ് ഇതുപോലത്തെ ദൂർത്തുകൾ പോകാതെ, അല്ലെ മദ്യം കഴിക്കുന്ന ആൾക്കാർ കണ്ടമാനം മദ്യം കഴിച്ച് ഓർക്കുക, നിങ്ങളുടെ മദ്യം കഴിക്കുന്നതോട് നിങ്ങൾ സർക്കാരിനെ സമ്പന്നമാക്കുകയാണ്. ഇവിടുത്തെ ധനികരായ ആളുകൾ കൊടുക്കുന്ന പണത്തേക്കാൾ കൂടുതൽ ഇവിടെ മദ്യം കഴിക്കുന്ന ആൾക്കാർ സർക്കാരിനെ സപ്പോർട്ട് ചെയ്യുകയാണ്. 500 രൂപയ്ക്ക് മദ്യം കഴിക്കുന്ന ആള് ഏതാണ്ട് 250 രൂപ അല്ലെങ്കിൽ 300 രൂപ അടുത്ത് സർക്കാരിന് എക്സൈസ് ഡ്യൂട്ടി ആയിട്ട് നികുതി കൊടുക്കുകയാണ്, അവരറിയാതെ തന്നെ. ഇപ്പൊ നമ്മൾ വെറുതെ ഇങ്ങനെ നമ്മുടെ കാശ് ദൂർത്ത് ചെയ്ത് കളയണമെന്ന് ചിന്തിക്കുക. മദ്യം കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സ്വപ്നം കാണുന്ന പോലെ ഉള്ളൂ. കഴിഞ്ഞ 10 വർഷം മദ്യം കഴിച്ച ആള് ഇന്ന് രാവിലെ എണീറ്റ് തിരിഞ്ഞു നോക്കിയാൽ എന്താണ്? ഒന്നുമില്ല. കഴിഞ്ഞത് പോയി, അവന്റെ പണവും പോയി, ആരോഗ്യവും പോയി, ദരിദ്രനായി തുടരുന്നു. അപ്പൊ അതുകൊണ്ട് നമ്മുടെ കൃത്യമായ സമ്പാദ്യശീലം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാശ് നമുക്ക് ഏത് രീതിയിൽ കൈകാര്യം ചെയ്യണം എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. എൻ്റെ ഇവിടെ പാലായിൽ എൻ്റെ വീട്ടിൽ ജോലിക്ക് വരുന്ന ഒരാളുണ്ട്. പലപ്പോഴും വരുന്നതാണ്, വിളിച്ചാൽ വരും. അദ്ദേഹത്തിന് ദിവസത്തച്ച് ഒന്നുമില്ല. വരുന്ന പണി മരത്തിന്റെ കമ്പ് ഇറക്കുക, അല്ലെ അതുപോലെയുള്ള കട്ടിപ്പണികൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞാൽ ചെയ്യും. 2-3 മണിക്കൂറേ ജോലിയുള്ളൂ. 600 അല്ലെ 700 രൂപ മേടിക്കും. അപ്പോൾ പുള്ളി കോട്ടയം ജില്ലയിൽ എല്ലായിടത്തും തന്നെ ജോലിക്ക് പോകാറുണ്ട്. അപ്പം ഞാൻ അദ്ദേഹത്തിന്റെ സമ്പാദ്യ രീതികളും ഒക്കെ ഞാൻ ചോദിച്ചു എങ്ങനെയാണ്. അപ്പം പുള്ളിക്കാരനോട് ചോദിച്ചു കഴിഞ്ഞപ്പം അദ്ദേഹത്തിന് 2 ഏക്കർ അടുത്ത് സ്ഥലമുണ്ട്. എനിക്ക് അതിശയം തോന്നി. പുള്ളി ജോലി ചെയ്ത് സമ്പാദിച്ച പൈസയാണ്. പുള്ളി ശകലം മദ്യം കഴിക്കും, അതായത് മദ്യം കഴിക്കാതെ ഇത്രയും പണി ചെയ്യാൻ പറ്റൂല എന്നാണ് പറയുന്നത്. അപ്പം ശരാശരി പുള്ളി 200 രൂപയ്ക്ക് മദ്യം കഴിക്കും, പക്ഷെ 1000 രൂപയ്ക്ക് ജോലി ചെയ്യും. സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ അദ്ദേഹത്തിന് അറിയത്തില്ല. അദ്ദേഹം ഈ കിട്ടുന്ന പൈസ, ഈ 200 രൂപ ഈ മദ്യത്തിനുള്ളത് ചെലവാക്കി കഴിഞ്ഞാൽ ബാക്കിയുള്ള 800 രൂപ വീട്ടിൽ ഭാര്യയുടെ കൊണ്ട് കൊടുക്കുകയാണ്. ഭാര്യ അതെന്ത് ചെയ്യുന്നെന്ന് പുള്ളിക്കാരൻ ചിന്തിക്കാറില്ല. പക്ഷെ പുള്ളിക്ക് നല്ലൊരു ഭാര്യ കിട്ടി എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും വലിയ ഒരു അഡ്വാൻറ്റേജ്. ആ ഭാര്യ ആ പൈസ നന്നായിട്ട് വിനിയോഗിച്ച് 2 ഏക്കർ അടുത്ത് സ്ഥലമുണ്ട് എന്ന് പറഞ്ഞ്, അദ്ദേഹത്തിന് ഒരു 53-54 വയസ്സുണ്ട്, നല്ല ആരോഗ്യമുള്ള ആളാണ്, മിടുക്കനാണ്, വിദ്യാഭ്യാസം ഒന്നുമില്ല, പക്ഷെ ജീവിക്കാൻ പഠിച്ചതാണ്. അപ്പൊ ഈ രീതിയിലാണ് നമ്മൾ മുന്നോട്ട് പോകേണ്ടത്. ഞാൻ 1-2 ഉദാഹരണങ്ങൾ പറഞ്ഞു എന്ന് മാത്രം, നിങ്ങളുടെ ചിന്തയെ ഉണർത്താനായിട്ട് മാത്രം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുപോലെയുള്ള പുതിയ വീഡിയോകളുമായി വീണ്ടും വരുന്നതാണ്. നന്ദി, നമസ്കാരം.